ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത. വിമാനം വൈകുന്നതിനെ തുടർന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ യാത്രക്കാരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകേണ്ട വിമാനമാണ് വൈകുന്നത്. വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു ഈ വിമാനം. യാത്രക്കാരും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി തർക്കവുമുണ്ട്. സുനിഷ അയിലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇപ്പോൾ 6 മണിക്കൂർ ആകാനിരിക്കുന്നു വിമാനം പുറപ്പെടേണ്ട സമയം കണക്കിലെടുത്ത്. എന്തുകൊണ്ടാണ് ഈ വിമാനം വൈകുന്നത് എന്നുള്ള വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? കീർത്തന, ആര്യ, അത്തരത്തിലൊരു വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറാകാത്തത് തന്നെയാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 6 മണിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടും. ശേഷം ഈ ദുബൈയിലേക്ക് പോകുന്ന ഈ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആളുകൾ ഈ എയർപോർട്ടിലേക്ക് നേരത്തെ തന്നെ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഈ ഫ്ലൈറ്റ് വീണ്ടും ലേറ്റ് ആകും, ഒരു 9:30 ഈ ഫ്ലൈറ്റ് പുറപ്പെടാൻ എന്നുള്ളൊരു വിവരം അവർക്ക് ലഭിക്കുന്നത്. അവർ ആ സമയം വരെയും കാത്തുനിന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് വീണ്ടും ഡിലേ ആകുമെന്നൊരു കാര്യം മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത്. എത്ര സമയം ഡിലേ ആകുമെന്നോ എത്ര ലേറ്റ് ആകുമോ എന്നതോ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തരാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ്. അതോടെയാണ് യാത്രക്കാർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലും ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസുണ്ട് ഇവിടെ തന്നെ. അവിടെ എത്തി യാത്രക്കാർ ഈ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധി യാത്രക്കാർ ഈ ഡിലേ ആകുമോ എന്നതുപോലും അറിയാതെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എപ്പോൾ ഇത് പുറപ്പെടുമെന്ന് പോലും അറിയാതെയാണ് യാത്രക്കാർ ഇപ്പോഴും എയർപോർട്ടിലുള്ളത്. കൃത്യമായി യാത്രക്കാരെ സുരക്ഷിതമായി നിർത്താനുള്ള ഒരു സംവിധാനം പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. നിലവിൽ അവരോട് റിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായി കുറച്ച് ലേറ്റ് ആകുമെന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയം വരെയും ഏകദേശം കീർത്തന പറഞ്ഞതുപോലെ 6 മണിക്കൂർ ആകാൻ പോവുകയാണ് ഈ യാത്രക്കാർ ഇവിടെ എത്താൻ തുടങ്ങിയിട്ട്, എത്തി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ 6 മണിക്ക് പുറപ്പെടേണ്ട ഒരു ഫ്ലൈറ്റ് ആണ് നിലവിൽ ഇപ്പോൾ 12 മണിയോട് അടുക്കുമ്പോൾ പോലും അത് പുറപ്പെട്ടിട്ടില്ല. ഡിലേ ആകുമെന്നുള്ളൊരു അറിയിപ്പ് മാത്രം ലഭിക്കുന്നു. ഇനി എപ്പോൾ പോകുമെന്ന് പോലും അറിയില്ല. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദുബായിലേക്ക് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോൾ പുറപ്പെടുമെന്നുള്ളൊരു കൃത്യമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 6 മണിക്കൂറായി ഈ എയർപോർട്ടിൽ അവർ വന്നു നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാനോ ഭക്ഷണം കിട്ടാനോ ലഭിക്കാനോ പോലും സംവിധാനങ്ങൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൃത്യമായ സംവിധാനങ്ങൾ വരുത്തുക, എന്തുകൊണ്ട് ഈ ഫ്ലൈറ്റ് ലേറ്റ് ആകുന്നു, ഇനി എപ്പോൾ ഇത് പുറപ്പെടുമെന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഈ യാത്രക്കാരെ അറിയിക്കുക എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ യാത്രക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളായി ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കീർത്തന, ആര്യ, അത് തന്നെയാണ്. 6 മണിക്കൂറിനോട് അടുക്കുന്നു. 6 മണിക്ക് പുറപ്പെടേണ്ട വിമാനമാണ്. 12 മണിയായിട്ടും എന്തുകൊണ്ടാണ് ഇത് പുറപ്പെടാത്തത്, എന്താണ് വൈകുന്നതിനുള്ള ഒരു വിശദീകരണവും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും സ്ഥലത്ത് എയർപോർട്ടിൽ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി യാത്രക്കാർ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്തായാലും മറ്റു സൗകര്യങ്ങളൊന്നും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിട്ടില്ല അവിടെ എന്നുള്ളതാണ് വിവരങ്ങൾ. സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.